ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ചായകുടി എല്ലാം കഴിഞ്ഞു. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം തിളപ്പിച്ച് വെച്ചു. പിന്നെ ഇച്ചിരി ഉള്ളിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അപ്പവും മുട്ടക്കറിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകാനുള്ള ധൃതിയിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, എന്നെ കൊല്ലും. അതുകൊണ്ട് ഹസ്ബൻഡിന് രാവിലെ കാപ്പിയൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലത്തെ ചായകുടിയും കാപ്പിക്കുടിയും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുക്കളയുടെ ഏകദേശം ഒരു രൂപ ഇതാണ് കേട്ടോ. അപ്പം എല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഇനി അതെല്ലാം ഒന്ന് നീറ്റാക്കി ഞാൻ വൃത്തിയായിട്ട് സിങ്കിനകത്തോട്ടെല്ലാം പാത്രങ്ങളെല്ലാം ഇട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, പെൺപിള്ളേർക്ക് വീട്ടിൽ എന്തോ പരിപാടിയാണ്, ഒരു ചോറും കറിയും മാത്രം വെച്ചാൽ മതിയൊന്ന്. അല്ല, ചോറും കറിയും മാത്രം വെക്കുന്നതല്ല കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ. ഈ പാത്രം കഴുകാണ് ഏറ്റവും വലിയ മെനക്കേട്. അതിൻ്റെ ഇടയിൽ കൂടെ പോയി തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുമാതിരി ജോലിയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഏകദേശം എൻ്റെ സിങ്കെല്ലാം ഞാൻ ക്ലീനാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. അടുത്ത ഇനി മീൻ കറി, ഈ ഉച്ചക്കത്തേക്കുള്ള കറികളിലേക്കാണ്. അപ്പം നമ്മൾ കോവയ്ക്ക ഇന്നലെ ചേട്ടൻ കൊണ്ടുവന്നിരുന്നു. ചേട്ടൻ്റെ കൂട്ടുകാരനെ ജോലിക്ക് പോയെടുത്ത് കൂട്ടുകാരൻ കൊച്ചൻ കൊടുത്തതായിരുന്നു കോവയ്ക്ക എന്ന് പറഞ്ഞ്. നല്ല അടിപൊളി കോവയ്ക്ക, അവരുടെ വീട്ടിലെ കോവയ്ക്ക കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്ത് ക്ലീൻ ചെയ്തിട്ട് മെഴുക്ക് പുരട്ടിക്കായിട്ടെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നേ. നൂൽ ചൂര, കുടുക്കച്ചൂര എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്ത് നന്നായിട്ട് വറുക്കാനായിട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സവോളയൊക്കെ ഇട്ട് നന്നായിട്ടെല്ലാം വറുക്കാനൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ബാക്കി 4 ഉണ്ടായിരുന്നു. അത് ചട്ടിക്കകത്തോട്ട് നമ്മൾ മുളക് കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ചട്ടിക്കകത്ത് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചിട്ട് മുളക് കറിക്കായിട്ടുള്ളതെല്ലാം ഞാൻ വീഡിയോസ് ഒന്നും അതിൻ്റെ എല്ലാം ഒന്നും ഇടുന്നില്ല. ഞാൻ കറി വെക്കുന്ന വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ട് അതൊന്നും വീഡിയോ എടുക്കുന്നില്ല, ഒത്തിരി ലെങ്തി ആയിപ്പോൾ. അപ്പോൾ ഇന്നത്തെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻ കറി ആയിട്ടുണ്ട്, മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ട്, മീൻ വറുത്തിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഇച്ചിരി മാങ്ങയൊക്കെ ഇട്ട് ഇച്ചിരി ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനിന്ന് സ്കൂളിൽ പോകണമായിരുന്നു മോൻ്റെ. അപ്പോൾ സ്കൂളിൽ പോകാൻ ഇതൊക്കെയാണ് നമ്മുടെ ഒരുക്കം. മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെയാണ്. അപ്പം മോൻ്റെ സ്കൂളിൽ പോയി. ബദനി, കായംകുളം ബദനിയിലാണ് മോൻ പഠിക്കാൻ LKG കൊണ്ട് ചേർത്തേക്കുന്നത്. അപ്പോൾ അവിടെ പോയി യൂണിഫോമിൻ്റെ അളവൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് ചോറൊക്കെ തിന്ന്. അപ്പോൾ ആങ്ങളെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ചോറൊക്കെ തിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സി യു.